ഹായ്, വെൽക്കം ബാക്ക് ടു ജേഷീസ് വ്ളോഗ്. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് നമ്മുടെ അടീനിയും ചെടികളും എല്ലാവരും നന്നായി കെയർ ചെയ്യുന്നില്ലേ? അപ്പോൾ എന്തൊരു മനോഹരമായിട്ടാണ് ഈ അടീനിയും ചെടികളൊക്കെ നോക്കി. ഇത്രയും വലിയ ചെടികളൊന്നും അല്ലെങ്കിലും എല്ലാവരുടെ കയ്യിലും അത്യാവശ്യത്തിന് നല്ല കളക്ഷനും അത്യാവശ്യം വലുപ്പമുള്ള ചെടികളും എല്ലാം ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ അതിനൊക്കെ ഈ മഴക്കാലത്ത് നമുക്ക് നന്നായി ശ്രദ്ധിക്കണം. അടീനിയം അത്ര കെയറിങ് ഒന്നും വേണ്ടാത്ത ചെടികളാണ് എന്ന് പറയെങ്കിലും കൂടിയിട്ട് എന്നാൽ കുറച്ച് കെയറിങ് വേണം താനും. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യാം. ഈ അടീനിയം പൂക്കളെ എല്ലാവരും കണ്ടൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ അല്ലേ? അപ്പോൾ നമ്മൾ മെയിനായിട്ട് മഴക്കാലത്ത് ഇതിനെ അധികം മഴ കൊള്ളാത്ത ഏരിയയിലേക്ക് മാറ്റി വയ്ക്കണം. എന്ന് വെച്ച് അടച്ചു മൂടിയ സ്ഥലത്തേക്ക് കാർപോർച്ചിൻ്റെ ഉള്ളിലേക്കൊന്നും മാറ്റി വയ്ക്കരുത്. ഇവർക്ക് അത്യാവശ്യം വെയിലും ചൂടും ഒക്കെ കിട്ടണം. അപ്പോൾ ഒരു രീതിക്ക് വേണം നമ്മൾ ഇവരെ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാൻ. അപ്പോൾ എന്നാൽ തന്നെ മഴക്കാലത്തും അത്യാവശ്യം നല്ല പൂക്കളുണ്ടായിരിക്കും. പിന്നെ ഇവരെ അധികം ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അധികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മറ്റു ചെടികൾക്ക് ഉണ്ടായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ എല്ലാ ചെടികൾക്കും എല്ലാ ദിവസവും ഒഴിക്കും. ഇവർക്ക് ആഴ്ചയിൽ ഒഴിച്ചാൽ മതി. പക്ഷേ നമ്മൾ എല്ലാ ചെടികൾക്കും ഒഴിക്കുന്ന പോലെ ഒരു കപ്പ് വെള്ളം ഒന്നും എടുത്ത് ഇതിന് ഒഴിക്കരുത്. ഒരു കപ്പ് വെള്ളം എടുത്താൽ അതൊരു 6-7 ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് 6-7 അടീനിയം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു 1/2 ഗ്ലാസ് വീതം വെള്ളം മതി ഒരു അടീനിയം ചെടിക്ക്. അല്ലാതെ ഒരു കപ്പ് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിക്കുന്നതല്ലേ ഉള്ളൂ വെച്ചിട്ട് ഒരു കപ്പ് വെള്ളമൊന്നും കോരി ഒഴിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെടികൾ മുന്നേ ഒക്കെ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളായിരിക്കും. അപ്പോൾ അത് ഒന്ന് എടുത്തിട്ട് പൊക്കി നോക്കുക, അതിന് അടിയിലേക്ക് വേര് വന്നിട്ടുണ്ടോയെന്ന്. വേനൽക്കാലത്താവുമ്പോൾ കുഴപ്പമില്ല. വർഷക്കാലത്താവുമ്പോൾ മഴക്കാലത്താവുമ്പോൾ ഈ വേരുകൾ അടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ചെളിയൊക്കെ ആയിട്ട് ഫംഗസ് ഇൻഫെക്ഷൻ വരും. അപ്പോൾ അത് വേര് ചെയ്യലിനും എല്ലാം കാരണമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് ഇപ്പോൾ ഈ സമയത്തൊക്കെ അഡീനിയം പ്ലാന്റ്സ് കണ്ട് നല്ല ഇഷ്ടപ്പെട്ട് നല്ല വെറൈറ്റി കണ്ട് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യണ്ട. പിന്നെ മഴയൊക്കെ മാറട്ടെ എന്ന് വെച്ചിട്ട് ടെൻഷനാവും ഇനിയിപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അപ്പോൾ അങ്ങനത്തെ ചെടികളും നമ്മൾ ഒന്ന് എടുത്തിട്ട് പൊക്കി നോക്കുക. അതായത് പോട്ടിൻ്റെ അടിവശം ഒന്ന് നോക്കുക. അതായത് അതിന് ഹോൾസ് ഉണ്ടോ? ചില ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഹോൾസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് ഹോളില്ല എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ആ ചെടി അതിന് മാറ്റി വെക്കാൻ വേണം. അത് അത്യാവശ്യമാണ്. മഴക്കാലം വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അതിനെ എടുത്ത് മാറ്റി വേറെ പോട്ടിലേക്ക് വെക്കണം. അതുപോലെ തന്നെ അത്തരം ഇതിനും അടിയിലെ വേര് വന്നിട്ടുണ്ടോ എന്നുള്ളത് അതും ശ്രദ്ധിക്കാം. അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഈ ചാണകപ്പൊടി എല്ലുപൊടി എന്നുള്ളതൊന്നും കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണ്ട. റിപ്പോർട്ട് ചെയ്യുമ്പോൾ കഴിയുന്നതും അത്തരം വളങ്ങൾ കുറച്ച് മാത്രം ഇട്ടിട്ട് നമ്മൾ ചെയ്താൽ മതി. വലിയ പ്ലാന്റ്സ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് അത്യാവശ്യത്തിനൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കാം. പുതിയ പ്ലാന്റ്സ് ചെറുതൊക്കെ വാങ്ങിച്ചിട്ട് വെക്കുമ്പോൾ നമ്മൾ അധികവും വളങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക ഈ സമയത്ത്. പ്രത്യേകിച്ചും ഈ എല്ലുപൊടി ചാണകപ്പൊടി അങ്ങനെയുള്ള ജൈവവളങ്ങൾ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി മണ്ണിൽ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് കൂടുതൽ യൂസ് ചെയ്യാതെ നമ്മുടെ മണൽ ഊമിയ അതൊക്കെ യൂസ് ചെയ്യാം. മണ്ണ് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അടിയിൽ മണ്ണിര വരും. ആ മണ്ണിര നമ്മുടെ ചെടികളുടെ വേര് നശിപ്പിക്കുകയും ഇല മഞ്ഞളിക്കാനും ഒക്കെ കാരണമാവും. അപ്പോൾ മണ്ണ് കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുക. ചരല് ഈ എംസാൻഡോ ഊമിയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇംഗ്ലീഷ് വളങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വളരെ ചെറുതായിട്ട് നമുക്ക് DAP 19 അതൊക്കെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇട്ട് കൊടുക്കുന്ന ദിവസം നനച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ എങ്ങനെയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നനച്ചു കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഈ മഴക്കാലത്തും അടീനിയത്തിൽ നന്നായി പൂക്കൾ ഉണ്ടാവുകയും അവർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും.
അപ്പം അടിയനത്തെ കുറിച്ച് ഓവറായി ചിന്തിച്ചാരും ടെൻഷൻ അടിക്കണ്ട. അവർ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഈ മഴക്കാലം സർവൈവ് ചെയ്യും. നമ്മൾ കൂടുതൽ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന രീതിയിൽ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചാൽ മാത്രം മതി. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും പോട്ടിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.